വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. സോ മക്കളെ, 17-ാം തീയതി നമ്മുടെ എക്സാം ആണ്. നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുന്ന ഒരു ടൈമാണ്. സോ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ബിലോ, വാട്ട് ഈസ് ദ ഡിഫറൻസ്? താഴെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് വ്യത്യാസങ്ങൾ എന്തെല്ലാം എന്ന് കണ്ടെത്തുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ചിത്രങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ഒന്നാമത്തെ ചിത്രവും രണ്ടാമത്തെ ചിത്രവും ഒരുപോലെയാണോ? അല്ലെ. ഒന്നാമത്തെ ചിത്രത്തില് പട്ടിണി കിടക്കുന്ന വളരെ പാവപ്പെട്ട കുറേ മക്കളുടെ ചിത്രം കാണാനായിട്ട് പറ്റും. രണ്ടാമത്തെ ചിത്രത്തിലാണെങ്കിൽ നല്ല ഹാപ്പി ആയിട്ടുള്ള നല്ല ആരോഗ്യമുള്ള കുറച്ച് മക്കളുടെ ചിത്രമാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ ആരോഗ്യത്തെ പറ്റി പഠിക്കുന്ന മനോഹരമായ ഒരു യൂണിറ്റ് നമ്മുടെ EVS-ലുണ്ട്. സോ നിങ്ങൾ എല്ലാവരും ആ ഒരു ചാപ്റ്റർ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഇവര് തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഒന്നാമത്തെ ചിത്രത്തിൽ അൺഹെൽത്തി ആയിട്ടുള്ള, ലാക്ക് ഓഫ് ഗ്രോത്ത് ഉള്ള, നോട്ട് ഹാപ്പി ആയിട്ടുള്ള കുറെ മക്കളെയാണ് കാണാൻ പറ്റുന്നത്. അനാരോഗ്യം, വളർച്ചയില്ലായ്മ, സന്തോഷമില്ലായ്മ. ഇനി രണ്ടാമത്തെ ചിത്രത്തിലാണെങ്കിലോ ഹെൽത്തി ആയിട്ട് പ്രോപ്പർ ഗ്രോത്ത് ഉള്ള, ഹാപ്പി ആയിട്ടുള്ള ഫേസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ആരോഗ്യമുള്ള, ശരിയായ വളർച്ചയുള്ള, സന്തോഷമുള്ള മക്കളെ കാണാനായിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ചാപ്റ്റർ പഠിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റുന്ന കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ആക്ടിവിറ്റി തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. A class was conducted on a topic health is wealth by School Health Club. The data prepared by the members about the multiplying of diseases spreading creatures are given below. സ്കൂളിലെ ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ ആരോഗ്യം സമ്പത്ത് എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. രോഗകാരികളായ ജീവികൾ പെരുകുന്ന സാഹചര്യത്തെ കുറിച്ച് തയ്യാറാക്കിയ വിവരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇതില് ആരോഗ്യമുള്ള അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള ജീവിതത്തിനായിട്ട്, ആരോഗ്യമുള്ള ശരീരത്തിനായിട്ട് നമ്മൾ പാലിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ടിക്ക് മാർക്ക് ഇടുക. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം എന്തെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒന്നാമത്തേത് ഇതാ: ഈറ്റ് ഫുഡ് വിത്തൗട്ട് വാഷിംഗ് ഹാൻഡ്സ് ആൻഡ് മൗത്ത്. കൈയും വായും കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു. അത് നല്ല കാര്യമാണോ? അല്ല. അടുത്തത് പറഞ്ഞിരിക്കുന്നത് വിയർ ക്ലീൻ ക്ലോത്ത്സ്. വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു. അത് നല്ല കാര്യമാണല്ലേ. നമുക്ക് ആരോഗ്യമുള്ള ഒരു ജീവിതത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഡ്രസ്സൊക്കെ നല്ല വൃത്തിയായിട്ട് ധരിക്കുക എന്നുള്ളത്. അടുത്ത എന്താണ്? ബാത്ത് ഇൻ ഡേർട്ടി വാട്ടർ. അഴുക്കുവെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണോ? അല്ല. അവോയ്ഡ് വാട്ടർ സ്റ്റാഗ്നേഷൻ, അതായത് വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുന്നു. അത് നല്ല കാര്യമാണല്ലേ. ഈ വെള്ളം കെട്ടിക്കിടക്കുന്നാല് അവിടെ പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള സൂക്ഷ്മജീവികൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു അവസരം നമ്മൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ കീപ് ദ സറൗണ്ടിങ് ക്ലീൻ. പരിസരം വൃത്തിയോടെ സൂക്ഷിക്കുന്നു. അതും നല്ല കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ആരോഗ്യമുള്ള ജീവിതത്തിനായിട്ട്, ആരോഗ്യമുള്ള ഒരു ലൈഫിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമ്മൾ നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. അതുപോലെ തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്നത് നമ്മൾ ഒഴിവാക്കണം. പരിസരം നമ്മൾ വൃത്തിയോടെ സൂക്ഷിക്കണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇതുപോലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ മിനി മാരത്തോണും മെഗാ മാരത്തോണും ഒക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾ എല്ലാവരും ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ ലൈവ് ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടിപൊളിയായിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ ഇന്ന് ഈ രണ്ട് ചോദ്യങ്ങളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പൊ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.